ഈ വാളയാർ ആൾക്കൂട്ട മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും വിലയിരുത്തിയും കൊണ്ടൊക്കെ ഇരിക്കുകയാണല്ലേ നമ്മുടെ നാട്ടിൽ വന്ന, അല്ലെങ്കിൽ ചില മനുഷ്യരുടെയൊക്കെ ഒരു ഈ മാനസിക അവസ്ഥയെക്കുറിച്ച്, മാനസിക നിലയെക്കുറിച്ചൊക്കെ സംസാരിച്ച് വരികയായിരുന്നു. ഒരു മനുഷ്യനെയൊക്കെ ഈ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാലേ അതും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കാമെന്ന് വെച്ചാൽ അത് ഭീതിജനകമാണ്. അപ്പോൾ ആ സാഹചര്യം ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയൊക്കെ വരികയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഈ മണിക്കൂർ. വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാം നാരായൺ ബാഗലിന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകൂ. ഇന്ന് ആശുപത്രി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ ബന്ധുക്കളും ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഈ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ 11 മണിക്കുള്ള വിമാനത്തിൽ മൃതദേഹവുമായി കുടുംബം ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടും. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ മൃതദേഹം ബന്ധുക്കളൊക്കെ ഏറ്റുവാങ്ങിയത് തന്നെ വലിയ പ്രതിഷേധത്തിനൊക്കെ ഒടുവിലായിരുന്നു. ഈ മരണപ്പെട്ടയാളുടെ ഭാര്യയുടെ ആ സങ്കടവും വിലാപവും ഒന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് 2 പിള്ളേരുണ്ട്, ഇവരെ ഞാനിനി എങ്ങനെ നോക്കും, എങ്ങനെ ജീവിക്കും തുടങ്ങി അവരുടെ വിലാപം അത് ഹൃദയമുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. പിന്നീട് ആ കുടുംബത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ ആവശ്യങ്ങളൊക്കെ ഒടുവിൽ ചർച്ചയ്ക്കൊക്കെ ശേഷം സർക്കാർ അംഗീകരിച്ചു. ഇപ്പോൾ കുടുംബവും ആക്ഷൻ കൗൺസിലും മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. ഇനി ക്രമീകരണങ്ങൾ എങ്ങനെയാണ് സഹിൻ? തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളിക്ക് ആകമാനം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു വാളയാറിൽ ഉണ്ടായത്. മാത്രമല്ല, ഒരു മനസാക്ഷിയുള്ള മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു ആ കുടുംബത്തിൻ്റെ വിലാപവും. ഒപ്പം ആ മനുഷ്യൻ നേരിടേണ്ടി വന്ന ക്രൂരതകളും ഒന്നും തന്നെ. അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു, ക്രൂരമായി തന്നെ കൊല ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് സർക്കാർ വിട്ടു നൽകിയിരിക്കുകയാണ്. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. അവിടെ നിന്നും മൃതദേഹം 3 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. 6 മണിക്കൂർ മുന്നേ തന്നെ ഈ മൃതദേഹം അല്ലെങ്കിൽ എംബാം ചെയ്ത മൃതദേഹം വിമാനത്താവളത്തിൽ എത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നടപടികൾ പൂർത്തിയാക്കി അതിവേഗത്തിൽ തന്നെ മൃതദേഹം എത്തിച്ചത്. ഇന്ന് വിമാനത്തിൽ ഛത്തീസ്ഗഡിലേക്ക് അവരുടെ ബന്ധുക്കളും അതേ വിമാനത്തിൽ തന്നെയായിരിക്കും പോകുക. മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. 11 മണിക്കാണ് ആ വിമാനം ഛത്തീസ്ഗഡിലേക്ക് പോകുക. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. 2 പെൺമക്കളാണ് എനിക്കുള്ളത്, ഞാൻ അവരെ ഇനി എങ്ങനെ വളർത്തുമെന്നുള്ള ആ ഭാര്യയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ചോദ്യം ന്യായമായ ചോദ്യമാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് കണ്ണിൽ ചോരയില്ലാത്ത ഏതാനും മനുഷ്യർ ചേർന്ന് തല്ലിക്കൊന്നത്. ക്രൂരമായ കൊലപാതകം തന്നെ. നമ്മൾ ഓരോ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു നിമിഷം കൂടിയായിരുന്നു. ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ ക്രൂരതകൾ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ സഹിൻ, ശരി.